ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നടന്നാൽ ഭാഗ്യം എന്നുള്ളതാണ്. കാരണം കുറച്ച് തിരക്കാണ്. പക്ഷേ ഇതാണ് എല്ലാ ദിവസവും എൻ്റെ ഷെഡ്യൂൾ എന്ന് വിചാരിക്കരുത്. ഇന്നത്തേത് ഇങ്ങനെയാണ്. നമുക്ക് പൊതുവെ 8 മണി മുതൽ 4 മണി വരെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് 8 മണി മുതൽ 1 മണി വരെ ഉള്ളൂ. ബാക്കി എന്തൊക്കെ പരിപാടികൾ എന്നുള്ളത് ഞാൻ പതിയെ ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ബാക്കിൽ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് കണ്ട് ഞെട്ടണ്ട. അത് ഹോസ്റ്റൽ റൂമാണ്. നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം ഹെക്ടിക്കാണ് ഡേയ്സ് എല്ലാം പറയുന്നത്. പിന്നെ എൻ്റെ റൂംമേറ്റ് അവൾ നൈറ്റ് ഡ്യൂട്ടി ആണ് അവൾക്ക്. അപ്പം അവൾ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവൾ ഉണ്ടാവുമായിരുന്നു ഈ രാവിലെ. അപ്പം ക്ലാസ്സിലോട്ട് പോവാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേച്ച് ഫ്രഷായി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പോകണം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ഇടിയപ്പവും കടലക്കറിയാണ് എനിക്കിഷ്ടമായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇച്ചിരി ലേറ്റാണ്. സാധാരണ നമുക്ക് 8 മണി മുതൽ 9 മണി വരെ ഒരു തിയറി ക്ലാസ്സും പിന്നെ 9 മണി മുതൽ 12 മണി വരെ പോസ്റ്റിങ്സുമാണ്. പോസ്റ്റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അലോട്ട് ചെയ്ത് തരും. അപ്പം ഒരു ദിവസം നമുക്ക് പാടാണെങ്കിൽ ഒരു ദിവസം നമുക്ക് OP, ഒരു ദിവസം OT, അങ്ങനെ. അപ്പം ഇന്ന് എനിക്ക് OP ആണ് കേട്ടോ. അപ്പം 8 to 9 ക്ലാസ് ഇന്ന് മിസ്സാണ്. അപ്പം കാരണം ഞാൻ അഗാധമായ നിദ്രയിലേക്ക് വീഴുന്നു പോയി എന്നല്ലേ പറയുക, വഴുതിപ്പോയി അങ്ങനെ പറയാല്ലേ. അപ്പോൾ എന്നെ ഫുള്ള് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി കുറച്ച് ബാക്കിൽ ഇരുന്ന് തന്നെ ഫുള്ള് കിട്ടുന്ന എനിക്കറിയാം. പക്ഷേ ബാക്കിൽ ഇരുന്ന് നല്ല പ്രശ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വെയിലൊരു കറക്റ്റ് തന്നെ എനിക്ക് കണ്ണ് കാണത്തില്ല. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു ആംഗിളിൽ. ശരത്ത്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരത്ത്. സ്വന്തമായിട്ട് കാശ് കൊടുത്തൊന്നും വാങ്ങത്തില്ല. ഞങ്ങൾ വാങ്ങുന്നത് ഇഷ്ടം ജീവിക്കുക. കണ്ടോ, ശരത്തിന്റെ മെഡിക്കൽ ലൈഫിനെ കുറിച്ച് ശരത്തിന്റെ 2 വാക്ക് അഭിപ്രായം പറയുന്നു. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. സഫ്നയുടെ കല്യാണ വ്ലോഗ് ഉടനെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ എല്ലാവരും കാണും. സഫ്ന ലവ് മാരേജ് ആണ്. ഒരു ക്യൂട്ട്നെസ് വാരി വിതറി കുളമാക്കരുത്. നീ മെഡിക്കൽ ലൈഫിനെ കുറിച്ച് പറയൂ, എന്റെ അഭിപ്രായം. മെഡിക്കൽ ലൈഫ് ആക്ച്വലി നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടി വന്നാൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഒരു പാഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് പണ്ടാരമാണ്. സർഫറാസ് മെഡിക്കൽ ലൈഫിനെ കുറിച്ച് 2 വാക്ക് പറ. നല്ല ലൈഫ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. 1 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1:30, 2 മണി ആവാനായിട്ടുണ്ടാവും. അപ്പം റൂംമേറ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ ആളിപ്പോൾ ഒന്ന് കിടന്നുറങ്ങുവാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് സംസാരിക്കുന്ന ആളെ എണീറ്റതെന്ന് വിചാരിച്ച്. അപ്പം ഇനിയിപ്പോൾ ഒന്നുമില്ല, ലഞ്ച് കഴിക്കുക, ഒന്ന് കിടന്നുറങ്ങണം. പിന്നെ 4 മണിക്ക് എണീച്ചിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വഴിയാൻ ഞാൻ പറയാം. ഹലോ, അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റു. പക്ഷേ ഇച്ചിരി ലേറ്റായി പോയിട്ടോ. ഞാൻ കുറച്ചധികം കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ എനിക്കിനി ഗ്രൗണ്ടിൽ പോകണം. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ടൂർണമെൻറ്റ് വരുവാണ് 25th കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇച്ചിരി അധികം നേരം ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ ജേഴ്സി ഒന്നുമല്ല ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു സാധാ ഒരു വർക്കൗട്ട് ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ്. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകണം. അതും നമുക്ക് വരുന്നുണ്ട് കോമ്പറ്റീഷൻ 30th. ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു നിയമം പോലെ, ഒരു യൂണിവേഴ്സൽ റൂളാണ്. വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരിക, അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയൊക്കെ കിട്ടിയാലും എൻ്റെ മുടി വീണ്ടും ഇങ്ങനെ
ശ്രമിക്കുകയാണ്, നടക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് മുടി കെട്ടാൻ അറിയത്തില്ല. എൻ്റെ ഒരു റൂംമേറ്റാണ് വളരെ എക്സ്പേർട്ട് ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. അവളാണ് മാച്ചിനൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് മുടി കെട്ടിത്തരും. അപ്പോൾ അവൾ കെട്ടിത്തന്ന മുടി അവിടെ കിടക്കും, അത് വൃത്തിക്ക് ചെയ്തു തരും. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കെട്ടിപ്പോകും. പക്ഷെ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ വരും. കുറച്ച് കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഊരി കെട്ടേണ്ടി വരും. പക്ഷെ അത് കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു പോണി അങ്ങോട്ട് കെട്ടാം. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടിയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. എന്താ പരിപാടി? പണിയെടുത്തല്ലേ? ഹായ്, അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തീർത്തിരിക്കുന്നു. പക്ഷെ ഒരു തൊലിഞ്ഞ ബ്ലോഗായി മാറി എന്നുള്ളതാണ് സത്യം. നല്ല ബോറടി ഉണ്ടാവും, പക്ഷെ കാര്യമാക്കണ്ട. വേറെ ഒന്നുമില്ല എനിക്ക് ആഡ് ചെയ്യാൻ ഇതിൽ. ഇതിപ്പോൾ സമയം ഏകദേശം 2:45 പുലർച്ചെ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടിപ്പം 2 days ആയി. ഇന്നലെ ഇന്നും ടെക്നിക്കലി 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമായല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ സമയത്തല്ല ഉറങ്ങാറുള്ളത്. ഇത് രാവിലെ ഞാൻ ഇട്ടാട്ടോ, വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ മേക്കപ്പ് റിമൂവർ വൈപ്സ് വെച്ചിട്ട് തുടച്ചോളെ. അപ്പം എന്താ പറയുക, ഞാൻ അപ്പം എന്താ പറഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെയല്ല ഞാൻ ചെയ്തത്, നല്ലതല്ല ഇങ്ങനെ ലേറ്റായി കിടക്കുന്നൊന്നും. ഒരു 10 മണി 11 മണിയാകുമ്പോൾ നിങ്ങളൊക്കെ കിടക്കുക. ആരും ഇത് അനുകരിക്കരുത്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വേറൊരു സമയം നമുക്ക് കിട്ടത്തില്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഈ ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആകത്തില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനിനി ഉറങ്ങാൻ പോവും. ചിലപ്പോൾ എനിക്ക് ആത്മാർത്ഥതയുടെ നിറകുടമായി ആത്മാർത്ഥത മൂത്ത് ഞാൻ ഈ വീഡിയോ മൊത്തം എഡിറ്റ് ചെയ്തിട്ടേ കേൾക്കുള്ളൂ. അത് വേറെ കാര്യം. നമുക്കൊരു സാധനം ചെയ്യണം തോന്നി കഴിഞ്ഞാൽ ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഞാൻ ഇത്ര ലേറ്റായിട്ട് കഴിക്കാറൊന്നുമില്ല, കാരണം എനിക്ക് നന്നായി വിശക്കും. ഒരു ആനയെ തന്നെയുള്ള വിശപ്പുണ്ട്, അത്രയും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പം ഏതായാലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാട്ടോ വീഡിയോ എടുത്ത്. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ എനിക്ക് തന്നെ കാണാമല്ലോ. എനിക്ക് കോളേജൊക്കെ മിസ് ചെയ്യുന്നൊരു സമയം വരുമ്പോൾ എനിക്ക് തന്നെ ഇത് കാണാമല്ലോ. അങ്ങനെ അപ്പം എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കുറച്ച് പണിയാണ് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഓരോ സാധനം ഷൂട്ട് ചെയ്യുമ്പോഴേക്കും കുറേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. കൂടുതൽ ഞാൻ സംസാരിച്ച് ഓവറാക്കി ചളാക്കുന്നില്ല. ബാക്കി എന്താ പറയുക, ബാക്കി ഇപ്പോൾ നമ്മൾ ഞാൻ ഡാൻസിൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് പ്രാക്ടീസിനാണ്. അപ്പോൾ പക്ഷേ ഡാൻസിൻ്റെ ഒരു ഷോട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഓൺ സ്റ്റേജിൽ റിവീൽ ചെയ്യാനേ പാടുള്ളൂ എന്നാണ്. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അത് വേറെ അങ്ങനെ നമ്മൾ റിവീൽ ചെയ്യത്തില്ല. അപ്പം ആ ഓൺ സ്റ്റേജിൽ ഞാൻ കളിക്കുന്ന ഫുൾ ഡാൻസ് മാക്സിമം ഞാൻ വീഡിയോ എടുത്ത് ചാനലിലിടും. പിന്നീട് എനിക്ക് തന്നെ കാണാമല്ലോ, പിന്നെ നിങ്ങൾക്കും കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു പ്രോഗ്രാം ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്നല്ല, ഗുഡ് മോർണിംഗ് ആയി. ഓക്കെ, ഇപ്പോൾ 2 ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും മിക്കവാറും ഞാൻ കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.